ഇന്ന് നമ്മൾ നോക്കുന്നത് സൂം 100 ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ദെഡ് എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോൾ ആവുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്റെ വില്ലേജ് ഗുൽമയിലെത്തിയ അക്കീര സിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനോട് തന്റെ മുടിയും അതുപോലെ ആക്കി തരാൻ വേണ്ടി പറയുന്നു. തന്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരാഗ്രഹം കൂടിയും സാധിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുവാണ് അക്കീര. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവരുടെ ജോലിയെ പറ്റി സംസാരിക്കുവാണ്. അതിലൊരു ലേഡി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവരവസാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സോംബി മൂവിയുടെ പ്രൊഡക്ഷൻ ആയിരുന്നു. അങ്ങനെ അവർ ആ മൂവിയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോംബി അപ്പോക്ലിപ്സ് നടക്കുന്നത്. സോംബി മൂവി ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യഥാർത്ഥ സോംബീസ് ആരൊക്കെയാണെന്ന് ഞങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് ഒരുപാട് പേര് സോംബീസ് അറ്റാക്ക് ചെയ്തു. അവിടെ നിന്നും ഞങ്ങൾ കുറച്ചു പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ ഇരിക്കുന്ന വില്ലേജ് മെമ്പേഴ്സ് എല്ലാവരും വളരെ നല്ലവരാണ്. കാരണങ്ങളൊന്നും തന്നെ അന്വേഷിക്കാതെ ഇവിടെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ചു. ഞങ്ങൾക്കും പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ടും വേറെ വഴിയില്ലാത്തത് കൊണ്ടും ഇവിടെ തന്നെ ജീവിക്കാൻ ആരംഭിച്ചു. അവിടെ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് സുസുക്കിയാണ്. അവളെ ആണെങ്കിൽ അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അങ്ങോട്ടൊരു അപ്പൂപ്പൻ വന്ന് സുസുക്കിയെ കയറി പിടിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു ആന്റി വന്ന് അയാൾ അവിടെ നിന്നും പിടിച്ചോണ്ട് പോകുന്നു. സോറി, ഇങ്ങനെ സംഭവിച്ചതിന് ഞങ്ങളോട് ക്ഷമിക്കണം. നീ വിചാരിക്കുന്ന പോലെയല്ല, അവൻ നല്ലൊരു മനുഷ്യനാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചതിൽ പിന്നെ അവരങ്ങനെയാണ്. നിന്നെ കണ്ട് അവരുടെ ഭാര്യയാണെന്ന് വിചാരിച്ചു കാണും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ബെസ്റ്റ് വേട്ടക്കാരനായിരുന്നു അങ്ങേര് എന്ന് പറയാണ് അമ്മൂമ്മ. ഇതേ സമയമാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. അയാളുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് സുസുക്ക കൈ പൊക്കി പിടിക്കാനും എന്നാ ബ്ലഡ് കുറച്ചേ പോവത്തുള്ളൂന്നും ചെറിയ മുറിവാണെങ്കിൽ ബാൻഡേജ് കെട്ടിയാൽ മതി, വലിയ മുറിവാണെങ്കിൽ ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുന്ന അവർ സുസുക്ക ഒരു ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവരുടെ നാട്ടിൽ ഒരു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടും ഒരു ഡോക്ടർ ആദ്യമായി അവരുടെ നാട്ടിലോട്ട് വരുന്നത് കൊണ്ടും ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ സുസുക്കയോട് പറയുവാണ്. സുസുക്ക താൻ ഡോക്ടർ അല്ലെന്ന് ഒരുപാടധികം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും കൂട്ടാക്കുന്നില്ല. ഇതേ സമയമാണ് നമ്മൾ കെഞ്ചോയെ കാണുന്നത്. ഇവിടെയുള്ള ഈ പച്ചക്കറിയൊക്കെ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് വളരുന്നത് എന്ന് കെഞ്ചോ അവിടെയുള്ള ആളോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു കുഴി കാണിച്ച് അതാണ് ഇവിടെയുള്ള വളം എന്ന് അയാൾ പറയുന്നത്. അതെന്താണെന്ന് കെഞ്ചോ ചോദിക്കുന്ന സമയത്താണ് മനുഷ്യരിൽ നിന്നും വരുന്ന വേസ്റ്റ് ആണെന്ന് കെഞ്ചോവിനോട് അയാൾ പറയുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തൊരു കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. അവളുടെ കയ്യിൽ ഒരു പട്ടിക്കുട്ടിയും ഉണ്ട്. അവളും ഇതുപോലെ സിറ്റിയിൽ നിന്നും വന്നതാണ്. ഫാമിലി എന്ന് പറയാൻ ആരും തന്നെയില്ല. ആകെയുള്ളത് ആ പട്ടിക്കുട്ടി മാത്രമാണ്. വിഷമിച്ചിരിക്കുന്ന അവളുടെ അടുത്തോട്ട് കെഞ്ചോ പോയി അവളെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാനൊരു കൊമേഡിയൻ ആവാൻ പോകുന്ന ആളാണ്, ഒരുപാട് പേരെ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് താൻ ചെയ്യുന്ന ജഗ്ലിംഗ് കാണിച്ചു കൊടുക്കുവാണ്. നേക്കഡായിട്ടും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കെഞ്ചോ പറയുന്നു. ഇത് കേട്ട് ആ കുട്ടി ചിരിക്കുവാണ്. അങ്ങനെ ആ പെൺകുട്ടി അവളെ പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് ഹാൻജു, ആ പട്ടിക്കുട്ടിയുടെ പേര് ചാറോ. അങ്ങനെ കെഞ്ചോയോ അവനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ പിന്നെ പാട്രിക്സിനെയാണ് കാണിക്കുന്നത്. അവൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. മൃഗങ്ങളും മറ്റ് സോംബീസ് ആക്രമിക്കപ്പെട്ട മൃഗങ്ങളൊന്നും അങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിന് ചുറ്റും ഇലക്ട്രിക് നെറ്റ് വെച്ചിട്ടുണ്ട്. സോ അതിനു വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഇവിടെയാണെന്ന് അയാൾ പാട്രിക്സിനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ വളരെ കുറച്ച് വാട്സിലൂടെ മാത്രമേ ഇതിലൂടെ കറന്റ് പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യർ തൊട്ടു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് അവർക്കൊന്നും സംഭവിക്കില്ല എന്നുകൂടി ആ ലേഡി പാട്രിക്സിനോട് പറയുന്നു. പിന്നീട് വീണ്ടും അക്കീരയെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയാണ് കാണിക്കുന്നത്. ഈ വില്ലേജിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒത്തൊരുമയോടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. മനുഷ്യരെല്ലാവരും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് ആ ലേഡി പറയുന്നു. അങ്ങനെ അക്കീര അവന്റെ അച്ഛൻ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കെഞ്ചോ വരുന്നത്. അങ്ങനെ അക്കീരയും കെഞ്ചോയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാന്ത അതുവഴി പോകുന്നത്. ഗാന്തയെ കണ്ട കെഞ്ചോ അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഹേ ഗാന്ത നീയാണോ അത് എന്ന് ചോദിക്കുവാണ് കെഞ്ചോ. അക്കിരയ്ക്ക് പെട്ടെന്ന് അവനെ മനസ്സിലാവുന്നില്ല. സോ അപ്പോഴാണ് ഇവർ 3 പേരും ഒരു കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് സെമ്മില് ഗാന്ത കോളേജിലോട്ട് തന്നെ വന്നില്ല. അക്കിരേനെയും കെഞ്ചോയും കണ്ട ഗാന്ത അവിടെ നിന്നും തിരിഞ്ഞു നിൽക്കുവാണ്. ഓ നാശം, ഇവർ വീണ്ടും ഇവിടെയോ? സോ ഗാന്തയ്ക്ക് അവരെ 2 പേരെയും ഇഷ്ടമല്ല. കാരണം എപ്പോ നോക്കിയാലും അവർ ഹാപ്പിയാണ്. എല്ലാതും വളരെയധികം ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ ആളുകൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഗാന്തയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഗാന്ത അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി അക്കീര തന്റെ അച്ഛന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാണ്. അപ്പോഴാണ് അക്കീര ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അച്ഛന് ഒരുപാടധികം വയസ്സായിട്ടുണ്ട്, മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അക്കീര പറയുവാണ്, ചെറുപ്പം തൊട്ടേ എനിക്ക് സിറ്റിയിൽ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്കെന്തോ വില്ലേജിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ടെൻഡോ ആ കാര്യം പറയുന്നത്. അതായത് അക്കീരയുടെ അച്ഛൻ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതാണ്. എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയോ നിനക്ക്?
ഈ ഭൂമിയെ സ്പേസിൽ പോയി നോക്കണം. ഈ വില്ലേജിൽ നിന്നും പുറത്തു പോയ സമയത്താണ് ഈ വില്ലേജ് എത്രത്തോളം ചെറുതായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും നമ്മൾ പുറത്തു പോയാൽ മാത്രമേ നമ്മൾ നിന്നിരുന്നത് എത്രത്തോളം ചെറിയൊരു സ്ഥലമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. സ്പേസിൽ നിന്നും നമ്മൾ ഭൂമിയിലോട്ട് നോക്കിയാൽ നമ്മളാണ് വലുതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പോലും വളരെയധികം ചെറുതായിട്ടായിരിക്കും തോന്നുന്നത്. നിനക്കൊരു കാര്യം അറിയാക്കിരാ, നിന്റെ അച്ഛൻ, അതായത് ഞാൻ, എനിക്കൊരു ആസ്ട്രോനട്ട് ആയിട്ട് മാറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇതെന്താ വിയേർഡായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈല്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് അക്കീരയുടെ അച്ഛൻ. ഇത് കേട്ട് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിക്കുന്നു. അങ്ങനെ പേരൻസിന്റെ കൂടെ ഒരുപാടധികം സംസാരിക്കണം, കുറെ നേരം ജോലിയായിട്ടിരിക്കണം എന്നുള്ള അവന്റെ ആഗ്രഹം അവൻ വെട്ടിക്കളയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാന്ത അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിൽ പോയി വലിയൊരു ബുൾഡോസറിന്റെ കീ എടുത്തുകൊണ്ട് വരുന്നു. ഇതേസമയം കാന്തയുടെ ഒരു ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്തുള്ള സ്വിച്ച് ബോർഡ് അങ്ങ് നശിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സോംബീസിനെ അടച്ചു വെച്ചിരിക്കുന്ന ആ ടണലിന്റെ അടുത്തോട്ട് അവർ പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ബുൾഡോസർ ഉപയോഗിച്ച് അടച്ചു വെച്ചിരുന്ന സോംബീസിനെ എല്ലാം തന്നെ തുറന്നു വിടുന്നു. ഗ്രാമത്തിലിരിക്കുന്നവർ സന്തോഷമായിട്ടിരിക്കുന്നത് ഇവർക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല. എന്നാൽ സോംബീസ് വരുന്നതൊന്നും അറിയാതെ വില്ലേജിലത്തെ ആളുകൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുവാണ്. പെട്ടെന്നാണ് അവർ സോംബി വരുന്നത് കാണുന്നത്. നോക്കുന്ന സമയത്ത് ഒരുപാടധികം സോംബീസ് അങ്ങോട്ട് കയറി എല്ലാ സ്ഥലവും അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ അക്കിരയുടെ അച്ഛൻ പറയുവാണ്, പെട്ടെന്ന് തന്നെ വില്ലേജിലെ ആളുകളൊക്കെ സംരക്ഷിക്കണം, നീയും നിന്റെ ഫ്രണ്ട്സും വേഗം അങ്ങോട്ട് ചെല്ല്, ഈ ഏരിയ ഞാൻ നോക്കിക്കോളാം. ഇതേ സമയം തന്നെ ജനങ്ങളെല്ലാം തന്നെ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ പേടിച്ചോടുന്നത് കണ്ട് കാന്തയ്ക്കും അവന്റെ ഫ്രണ്ട്സിനും ഒരുപാടധികം സന്തോഷമാവുന്നു. പ്രതീക്ഷിക്കാതെ വന്ന സോംബീസിനെ കണ്ട് പേടിച്ചു പോയ സുസൂക്കാനെ രക്ഷിക്കാൻ വരുവാണ് അവിടെയുള്ള ആളുകൾ. വേട്ടക്കാരായ ആളുകളൊക്കെ അവരുടെ ഗണ്ണ് ഉപയോഗിച്ച് സോംബീസിനെ വെടിവെച്ചിടുന്നു. എത്രത്തോളം സോംബീസിനെ ഇല്ലാതാക്കിയാലും വീണ്ടും വീണ്ടും സോംബീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എല്ലാവരും അവരുടെ വീടിനുള്ളിലോട്ട് കയറി ഒളിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് കണ്ട് കാന്ത അവന്റെ കയ്യിലുള്ള ഡൈനാമിറ്റ് എടുത്ത് ആ വീട് തന്നെ പൊട്ടിച്ചു കളയുന്നു. ഇതേ സമയമാണ് കെഞ്ചോയെ കാണിക്കുന്നത്. ഹാൻജൂനെ എടുത്ത് കെഞ്ചോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോംബീസ് ഇപ്പോ അവരെ പിടിക്കൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പാട്രിക്സ് വന്ന് അവരെ രക്ഷിക്കുന്നത്. അങ്ങനെ അവർ ഓടി ഓടി എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. ഇവർ നിൽക്കുന്ന സ്ഥലത്ത് സോംബീസ് ഒന്നും വന്നിട്ടില്ല. സോ ഇപ്പൊ ഇവിടെ ഇവർ സേഫ് ആണ്. പക്ഷേ ഗ്രാമത്തിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളെന്ന് അവർ പറയുന്നു. ഇതേ സമയമാണ് അക്കീര അവിടെ ഉണ്ടായിരുന്ന ആ നെറ്റ് കാണുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സോംബീസ് ഒന്നും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് കെഞ്ചോ, അതിൽ കറണ്ട് ഉണ്ട്, അതിൽ നമ്മൾ തൊട്ടാൽ തന്നെ ഷോക്ക് അടിച്ച് ചാവോ എന്ന് പറയുവാണ്. ഇത് കേട്ട് പാട്രിക്സ്, ഇല്ല, മനുഷ്യരെ ഷോക്ക് അടിപ്പിക്കാൻ മാത്രമുള്ള പവർ ഒന്നും അതിനില്ല എന്ന് പറയുന്നു. ഇത് കേട്ടുടനെ തന്നെ കെഞ്ചോ അതിൽ കയറി പിടിക്കുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല, അത് ഷോക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയമാണ് സുസുക്ക അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷ്ണം കൊടുത്ത് അവന്റെ മണ്ടക്കിട്ടെന്ന് കൊടുക്കുന്നത്. അങ്ങനെ അവൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. അപ്പോഴാണ് പാട്രിക്സിന് ആ കാര്യം മനസ്സിലാവുന്നത്. ആരോ ഇതിന്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ അവിടെ കറണ്ട് വേലി കിട്ടി. പക്ഷേ ഇപ്പൊ അതേ വേലി കൊണ്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതേ സമയമാണ് കാന്ത അവിടെ ഉണ്ടായിരുന്ന വലിയൊരു JCB പോലത്തെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതിനെല്ലാം തന്നെ കാരണം കാന്തയാണ്. നീയാണോ ഇതെല്ലാം ചെയ്യുന്നേ, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ എന്ന് കെഞ്ചോ അവനോട് ചോദിക്കുന്നു. എന്തായാലും ഒരു ദിവസം നമ്മൾ മരിച്ചു പോകും, അതും സോംബീസിന്റെ കൈ കൊണ്ട് എന്നെ മരിച്ചു പോകും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. ഇതേ സമയമാണ് അക്കിര അവന്റെ കയ്യിലോട്ട് ശ്രദ്ധിക്കുന്നത്. നോക്കുന്ന സമയത്ത് അവന്റെ അതേപോലത്തെ ഒരു ഡയറി അവന്റെ കയ്യിലും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെ മൊത്തം ആക്രമിക്കണമെന്നുള്ള അവന്റെ ആഗ്രഹം അവൻ അതിൽ നിന്ന് വെട്ടിക്കളയുന്നു. അപ്പോഴാണ് അവനൊരു ആഗ്രഹം കൂടി തോന്നുന്നത്, അക്കിരയെ എങ്ങനെയെങ്കിലും സോംബിയാക്കണം. എന്റെ അടുത്ത ആഗ്രഹം എന്താണെന്നറിയോ നിനക്ക്? നിന്നെ എങ്ങനെയെങ്കിലും സോംബിയാക്കി മാറ്റണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. കോളേജ് തൊട്ട് തന്നെ നീ ഒരുപാടധികം ഹൈപ്പർ ആക്റ്റീവാണ്. എല്ലാവരും നിന്നെ മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് കേൾക്കുന്ന അക്കീര പറയുവാണ്, നമ്മുടെ ജീവിതം ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത് അതെല്ലാം തന്നെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാനും എന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പോലും എന്റെ ഡയറിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ നമ്മളുടെ രണ്ടുപേരുടെയും ഡയറിയിലുള്ളൂ. എന്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്റെ ആഗ്രഹങ്ങളൊന്നും ഇതുവരെയും ഫുൾഫിൽ ആയിട്ടില്ല. അതൊന്നും നേടിയെടുക്കാതെ ഞാനൊരു സോംബിയായി മാറുമെന്ന് നീ വിചാരിച്ചോ? അത്ര പെട്ടെന്നൊന്നും ഞാൻ സോംബിയായി മാറില്ലടാ എന്ന് പറയാണ് അക്കീര. നമുക്ക് നോക്കാം അക്കീര, ആരുടെ ബക്കറ്റ് ലിസ്റ്റ് ആണ് ആദ്യം കംപ്ലീറ്റ് ആവാന്ന്. ആരുടേതാണോ ആദ്യം കംപ്ലീറ്റ് ആവുന്നത് അവർ ഇതിൽ വിജയിച്ചു എന്ന് പറയാണ് കാന്ത. സോ അക്കീരയുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനിയും അവന്റെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ഇതേ സമയം കാന്ത അവന്റെ ബക്കറ്റ് ലിസ്റ്റില് അക്കിരയെ ഒരു സോംബിയാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. ഇതേ സമയമാണ് അവരാ കാര്യം ശ്രദ്ധിക്കുന്നത്. സോംബിസ് എല്ലാം അവരുടെ തൊട്ടടുത്ത് എത്താറായിരിക്കുന്നു. അങ്ങനെ സുസുക്ക അവിടെ നിന്നും പോകാൻ വേണ്ടി എല്ലാവരോടും പറയുന്നു.
ഹാൻജു ആണെങ്കിൽ അവളുടെ പട്ടിയെ നോക്കുന്ന സമയത്ത് അത് അവിടെ നിന്നും ഓടുന്നു. അതിന്റെ പുറകെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം പാട്രിക്സ് അവിടെ ഓടുന്ന ആ നെറ്റിലെ കറണ്ട് എല്ലാം തന്നെ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അക്കിര അവന്റെ ഫാമിലിയെ രക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. പാട്രിക്സ് ആ കറണ്ട് ഓഫ് ചെയ്ത ഉടനെ തന്നെ വില്ലേജിലെ ആളുകളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുസുക. അപ്പോഴാണ് കെഞ്ചോ താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഹാൻജു അവിടെ നിന്ന് ഓടുന്നത് കെഞ്ചോ കാണുന്നത്. അവളുടെ പുറകെ പോകാന്ന് അവൻ തീരുമാനിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ജീവനോടെ ആയിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് അവരെല്ലാവരും പിരിയുന്നു. എന്നാൽ കാന്ത അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സിനോട് പറയുവാണ്, ഇവിടെയുള്ള ഒരു മനുഷ്യന്മാരെയും മനുഷ്യരായിട്ട് പുറത്തു പോകാൻ സമ്മതിക്കരുത്, എല്ലാവരെയും സോംബീസ് ആക്കണം. സോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തു തീർക്കണം എന്ന് വിചാരിച്ച് വേണം ചെയ്യാൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ അത് നല്ലതായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുണ്ടാകുന്ന സന്തോഷമൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരേക്കും ബൈ.